UDFന്റെ രാഷ്ട്രീയ അവകാശവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും പല സന്ദർഭങ്ങളിലും ഒത്തുപോവാറില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ വലിയ വിടവ് തുറന്നു കാട്ടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വന്തം പാർട്ടിക്കായി നടത്തിയ ആഭ്യന്തര സർവേകളിൽ പോലും LDFനെതിരെ ഭരണവിരുദ്ധ വികാരം കണ്ടെത്താനാകാതെ വന്നിരിക്കുകയാണ്. 24 മണിക്കൂറും ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണ രാഷ്ട്രീയം എത്രത്തോളം ശൂന്യമാണെന്ന് വെളിവാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനു മുകളിൽ സാമ്പത്തിക ആരോപണങ്ങളും നേതാക്കൾക്കെതിരായ അന്വേഷണങ്ങളും മുന്നണിയുടെ വിശ്വാസ്യതയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നുമുണ്ട്. ജനവിധിയെ മാറ്റുമെന്ന ആത്മവിശ്വാസം പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങി അണിയറയിൽ ആശങ്കയും ആശയക്കുഴപ്പവും അടിക്കടി രൂക്ഷമാകുന്ന അവസ്ഥയിലേക്കാണ് UDF നീങ്ങുന്നത്. സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയായത് കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേ ഫലങ്ങൾ തന്നെയാണ്. LDF MLA-മാർക്ക് ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്നും രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമാണെന്നുമാണ് സർവേകളിൽ പറയുന്നത്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള PR കമ്പനിയും സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘവും നടത്തിയ 2 വ്യത്യസ്ത സർവേകളിലും സമാനമായ സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് സർക്കാരിനെതിരെയുള്ള വികാരമല്ലെന്ന് സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അത് പ്രാദേശിക ഭരണകൂടങ്ങളോടുള്ള എതിർപ്പ് മാത്രമായിരുന്നു. സംസ്ഥാന തലത്തിൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിലും സർക്കാരിനെതിരെ ജനവികാരം വളർത്തുന്നതിലും പ്രതിപക്ഷം പരാജയപ്പെട്ടെന്നാണ് ഏജൻസികളുടെ വിലയിരുത്തൽ. സർവേ ഫലങ്ങൾ പ്രതികൂലമായതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടു. ഭരണവിരുദ്ധ വികാരം ശക്തമാക്കണമെന്നും സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടേണ്ടത് അനിവാര്യമാണെന്നും കനകോലു സംഘം നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾ പ്രാദേശിക തലങ്ങളിൽ സജീവമായി ഇടപെടണമെന്ന് ഹൈക്കമാൻഡും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് ക്യാമ്പിലും സ്ഥിതി ഒട്ടും ശാന്തമല്ല. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ MN രാജു നടത്തിയ വെളിപ്പെടുത്തൽ UDFനെ ഞെട്ടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വാങ്ങിയ 2 കോടി രൂപ തിരികെ നൽകിയില്ലെന്നതാണ് പ്രധാന ആരോപണം. പണം വാങ്ങിയ കാര്യം ആന്റോ ആന്റണി സമ്മതിച്ചതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തിറങ്ങാൻ സാധ്യതയേറുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മുന്നണിയെ നയിക്കേണ്ട UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ താളം തെറ്റിച്ചു കഴിഞ്ഞു. ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും അണിയറയിൽ പ്രവർത്തകർ കടുത്ത ആശങ്കയിലാണ്. ചുരുക്കത്തിൽ ആരോപണങ്ങളുടെ കുന്തമുനകൾക്ക് മുന്നിൽ പരിച തീർക്കാൻ ഇരു മുന്നണികളും പെടാപ്പാടുപെടുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നതോടെ കേരള രാഷ്ട്രീയം ഇനിയും കലുഷിതമാകുമെന്ന് ഉറപ്പാണ്.